കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ? അത് ശരിയോ തെറ്റോ? കള്ളടിച്ചു പള്ളവിത്തു കാറ്റില്ലാതെ റോഡു തെരുവ് കണ്ടി തിരിയുവതും ശരിയോ തെറ്റോ? വേല ചെയ്തു എപ്പോഴുകി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ? വിഷം നിറച്ചു പഞ്ചസാര വാക്കുറച്ചു വഞ്ചനകൾ ചെയ്യുവതും ശരിയോ തെറ്റോ? നെഞ്ചിലെ വിഷം നിറച്ചു പഞ്ചസാര വാക്കുറച്ച വഞ്ചനകൾ ചെയ്യുവതും ശരിയോ തെറ്റോ? ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 6 അധ്യായം 11 വാക്യം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള വചനമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ദൈവം മുൻപാകെ നീതീകരിക്കപ്പെട്ടവനായി തീരുന്നു എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും സ്വയം കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ സമയം മുതലാണ് അവൻ ദൈവ മുൻപാകെ നീതീകരിക്കപ്പെട്ടവനായി തീരുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 5 അധ്യായം അതിൻ്റെ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളാണ്. അതിനൊക്കെയും ദൈവം തന്നെ കാരണദൂതൻ, അവൻ നമുക്ക് ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ജീവിതത്തിനകത്ത് തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും സ്വയം ബോധവാന്മാരാക്കുക എന്നുള്ളത് തന്നെയാണ്. പൗലോസ് അതുകൊണ്ട് തന്നെ പറയുന്നു, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിനകത്ത് ഓർമ്മപ്പെടുത്തി പറയുന്നുണ്ട്, ജീവിതത്തിൽ തിന്മ കൈമുതലാക്കിക്കൊണ്ട് പോയ ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 9 വാക്യം പറയുന്നത്, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ഈ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ആ തിന്മ പ്രവർത്തികളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു കാരണദൂതനായി തീരുകയും നിങ്ങൾ സ്വയം തെറ്റുകൾ കണ്ട് ഉണർന്നുകൊണ്ട് ദൈവ മുൻപാകെ സമർപ്പിച്ച് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ച് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും പഴയ തിന്മകളിലേക്കും പോകാതെ വേണം വിശുദ്ധിയിൽ നീതീകരണത്തിലും ജീവിപ്പാനും നിങ്ങളെ തന്നെ ഉത്സാഹിക്കുന്നവരുമായി തീരണം എന്ന് കൊരിന്ത്യ വിശ്വാസികളോട് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നലകളെ നാം പരിശോധിച്ച് നോക്കിയാൽ അനീതിയുടെയും തിന്മയുടെയും പാപത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും വഴികളിലൂടെ നാം കടന്നു പോയവരാകാം. യേശുക്രിസ്തു മുഖാന്തരം നാം ജീവിതത്തിൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആ
കഴുകൽ മുഖാന്തരം നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ നീതീകരണത്തിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ മുന്നോട്ട് പോകുവാനും ഞാനും നിങ്ങളും ഉത്സാഹിക്കുന്നവരുമായി തീരണമെന്ന് മാത്രമേ ദൈവരാജ്യം നമുക്ക് അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്ക് ആ തലങ്ങളിൽ ഓരോ ദിവസങ്ങളും നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുമെന്ന് ഇതിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസം പുതുക്കി കഴുകി ശുദ്ധീകരിക്കപ്പെടുവാനും വിടുതൽ പ്രാപിച്ച് നിത്യതയുടെ അവകാശം പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.